പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചത്. അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് സംസ്ഥാനത്ത് അത്തരം പട്ടികയിൽ ആകെയുള്ളത് 60,006 കുടുംബങ്ങൾ മാത്രമാണ്. ആ കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്തു, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുത്തു. അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനുള്ള പരിഹാരമുണ്ടാക്കി എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് അവകാശപ്പെട്ടത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 5,97,91,000 വരുന്ന റേഷൻ കാർഡ് ഉടമകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിദാരിദ്ര്യ പട്ടികയിൽപ്പെടുന്ന ആളുകളാണ്. അന്ത്യോദയ അന്നയോജന കാർഡുകൾ ഉടമസ്ഥരായിട്ടുള്ള ആളുകളാണ്. അത്രയും ആളുകൾ 5,91,000 കുടുംബങ്ങൾ അത്തരത്തിൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട് എന്നിരിക്കെ എവിടെ നിന്നാണ് 60,006 എന്ന കണക്ക് സർക്കാരിന് ലഭിച്ചത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ആലോചിക്കുകയാണ്. ഈ 60,006 ഈ പട്ടികയ്ക്ക് പുറത്താണോ അകത്താണോ എന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ ഉത്തരമില്ല. ഇവര് പറയുന്നത് ഈ നാട്ടിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് ആദ്യത്തെ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്ന ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ള വലിയ പ്രചരണം ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പത്രദൃശ്യ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു പരസ്യവും കൊടുക്കുന്നു. എങ്ങനെയാണ് ഇവർ ഒന്നാമതെത്തിയത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മാനദണ്ഡം തയ്യാറാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്, മത്സരിച്ചതും ഇടതുപക്ഷ സർക്കാരാണ്, വിധി എഴുതിയതും ഈ സർക്കാരാണ്, അതിന് ട്രോഫി എടുത്തതും ഈ സർക്കാർ തന്നെയാണ്. മറ്റൊരു സംസ്ഥാനവും ഇത്തരത്തിലൊരു മാനദണ്ഡത്തെ പറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന മറ്റൊരു സംസ്ഥാനങ്ങൾക്കകത്തും ഇല്ലാത്ത ഒരു മാനദണ്ഡം ഉണ്ടാക്കി ആളുകളുടെ എണ്ണം ചുരുക്കി കാണിച്ച് അവരുടെ ജീവിതത്തിനകത്ത് ഇടപെട്ടു എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാരിന് മുമ്പിലും ഇന്നും വഴിയോരങ്ങളിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ആളുകളുണ്ട്. ടർപ്പായി വിരിച്ച് ടർപ്പോലും കൊണ്ട് കെട്ടിമറയ്ക്കപ്പെട്ട വീടുകളിൽ കഴിയേണ്ടി വരുന്ന ആളുകളുണ്ട്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്ത് പോലും ഒരു പാവപ്പെട്ട വയോധിക പട്ടിണി കൊണ്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഈ പ്രഖ്യാപനം നടത്തപ്പെടുന്ന ആ നിമിഷങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുമ്പോൾ അതൊരു തെറ്റായ പ്രചരണമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, തൊഴിലില്ലായ്മയുടെ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായ പരാധീനതകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന, ആരോഗ്യ മേഖലയുടെ സഹായങ്ങൾ ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും നമുക്ക് കൃത്യമായ ബോധ്യമുള്ളതാണ്. എന്നിട്ടും ഈ സംസ്ഥാനത്തെ ഇപ്പോൾ അതിദാരിദ്ര്യ വിമുക്തമെന്ന് ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ വസ്തുത. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പോലും തെറ്റായ കണക്കുകൾ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതു മുന്നണിയുടെ ഭരണത്തിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ അട്ടിമറിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ കഴിഞ്ഞു പോയത്. ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട ഫണ്ടുകൾ പലപ്പോഴും അനുവദിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ആ ഫണ്ടുകൾ ലാപ്സാക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതി വലിയ മിടുക്ക് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. പല ഫണ്ടുകളും പാഴായി പോകുന്ന സാഹചര്യവും ഉണ്ടായി. സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികളെല്ലാം തന്നെ കിഫ്ബിയിലൂടെയാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. കിഫ്ബിയിലൂടെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കിഫ്ബി എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റായിട്ട് മാത്രമാണ് പരിഗണിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അവിടെ സാധാരണ രീതിയിൽ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന പോലെ അതിന്റെ ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കില്ല. SC/ST മേഖലയിൽ ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ അവിടെ അട്ടിമറിക്കപ്പെടുന്നു. പിന്നോക്ക മേഖലയിൽ ഉപയോഗിക്കപ്പെടേണ്ട ഫണ്ടുകൾ അവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2 തവണയായി നീണ്ടു നിൽക്കുന്ന ഈ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന മാതൃകകളെയും വികസന കരുത്തിനെയും അട്ടിമറിച്ചൊരു സർക്കാരാണ്. ആ സർക്കാരിന് പുറപിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇടതുമുന്നണിയുടെ ഭരണത്തിന് അറുതി വരുത്താനുള്ള ഒരവസരമായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണമെന്നുള്ളതാണ് പുത്തഞ്ചിറയിലെ നന്മ നിറഞ്ഞ നാട്ടുകാരോട് പ്രിയമുള്ളവരെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഈ പഞ്ചായത്തിനും ഈ പ്രദേശത്തിനും ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ, നമുക്ക് നാളുകളിലെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ സാധിക്കണമെങ്കിൽ, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച്, കാലത്തിന്റെ ഗതിക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്ത്
പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ ഗ്രാമയാത്ര ഇന്ന് ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നുപോയി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ശ്രീ വി എൻ നദീറും പ്രിയപ്പെട്ട ശ്രീ സോണിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് കടന്നു വന്നാൽ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും ഈ നാട്ടിലെ ജനങ്ങളോട് സമ്മതിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു പ്രചരണ പരിപാടിയാണ് ഈ ഗ്രാമയാത്ര. ഈ ഗ്രാമയാത്രയ്ക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.